ഒരേ ഒരു ഡയലോഗ് ഉള്ളു, അതാ പറഞ്ഞത്. നമ്മളിപ്പോ എവിടെയാണോ നീക്കോ? 3, 2, 1. ഹായ്. എനിക്ക് ആക്ച്വലി ഇന്നലത്തെ നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു പനി പിടിച്ചു, ത്രോട്ട് ഇൻഫെക്ഷനായി, തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് സ്മെൽഡ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഇവരെല്ലാവരും പുറത്തേക്ക് കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. സിൻസ് വെക്കേഷൻ ആയതുകൊണ്ടും എനിക്ക് വെക്കേഷനിൽ നിന്നും വെക്കേഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടും സൗണ്ടില്ല. ഞങ്ങൾ രാവിലെ എണീറ്റ് ഇങ്ങ് പോന്നു. ഇന്ന് റൈറ്റ് നൗ ഞങ്ങളിപ്പം ക്രാബിയിലാണ്. ആൻഡ് ഞങ്ങൾക്ക് ഇന്നൊരു ലോങ് ടെയിൽ ബോട്ട് റൈഡ് ഉണ്ട്. അപ്പം അതിന് പോകാൻ ഇന്നും ക്രാബിയിൽ ഐലൻഡ് ഹോപ്പിംഗ് ആണ്. ലോങ് ടെയിൽ ബോട്ട് റൈഡ് ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങൾ കണ്ട കാരണം മഞ്ഞ ബസ് കണ്ടു, ആ ബസ്സിലാണ് ഞങ്ങൾ വന്നത്. യെസ്, നമുക്കിവിടെ ആകെ മൊത്തത്തിലൊരു ക്യൂ ഉണ്ട്. നമുക്ക് ഇൻഷുറൻസ് എടുക്കണം, പിന്നെ അങ്ങനെ കുറച്ച് എമൗണ്ട് അടയ്ക്കണം. എന്നിട്ടാണ് ഇവർ നമ്മൾ ചേച്ചു. ഓ, നിങ്ങളെല്ലാരും ഇത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി ഗായ്സ്. തായ്ലൻഡ് ആഫ്രിക്കൻ ബ്യൂട്ടിയാണ്. സന്തോഷം കാണായിരുന്നു. We're going in this. And over there have 2 island is connecting, Crab Island and Mok Island. From നമ്മളിപ്പോ എവിടെ പോവാ? മറന്നുപോയി. ഞങ്ങള് പാറ്റ്ന കേവ്സിൽ പോവാണ്. പിന്നെന്തോ കേവ്സിൽ പോവാന്നല്ലേ അവര് പറഞ്ഞേ? പാറ്റ്ന. ഈ കേവിന്റെ പേരെന്താന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തായാലും ഞങ്ങളൊരു കേവിൽ പോവാണ്. കേവിൽ പോയിട്ട് ഇതെന്തോ ഈസ്റ്റും വെസ്റ്റ് സൈഡും ഉണ്ട്. ഞങ്ങളിപ്പോൾ വെസ്റ്റ് സൈഡിലാണ്. ഈ സൈഡിൽ ചുമ്മാ ബീച്ചസ് മാത്രമേ ഉള്ളൂ. സോ ഇവിടുത്തെ കേവ് ഒക്കെ ഒന്ന് പോയി കണ്ടേച്ചും വരാം. ലൊക്കേഷൻ കിട്ടിയില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. Do not use drones without permission. നമ്മൾ കേവിൽ നിന്നും നടന്നെത്തിയത് വെസ്റ്റ് ദർ ബീച്ച്. So cave and beach walk കഴിഞ്ഞു. We are going back to the boat. നമുക്ക് ആക്ച്വലി 4 islands കവർ ചെയ്തതിന് അതിനകത്ത് ഒരെണ്ണമാണ് ഇതിനെ കാണിച്ചു. And we have 3 more. Right now we are at Ko Island and Mo Island. അത് Ko Island, ഇവിടെ ഇപ്പുറത്തും Mo Island. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആക്ച്വലി ചെറിയൊരു സാൻഡ് വാക്ക് ഏരിയ ഉണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് 2 islands തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനായിട്ട്. ഞങ്ങൾ ആകെ ഒരു
ഐലൻഡിൽ മാത്രമേ പോകുള്ളൂ. ഇവിടെ നമുക്ക് ഓരോ തവണ ഓരോ ഐലൻഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു ടൈം തരും, 45 minutes 40 minutes എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രീവിയസ് ഐലൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ലേറ്റ് ആയിപ്പോയി, 10 minutes ലേറ്റ് ആയി. അപ്പം നമുക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്ന ആൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇത്തവണ ലേറ്റ് ആവരുത് എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഐലൻഡിൽ മാത്രം പോയി നിന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോന്നു. ചിക്കൻ ഐലൻഡ്സ്, ചിക്കൻ്റെ തല പോലെ ഇരിക്കുന്നെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തു ഫോർ സ്നോർക്കലിംഗ്. നമ്മൾ ഓൾറെഡി സ്നോർക്കലിംഗ് ചെയ്തു. എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ആവണിങ്ങൾ മാത്രമേ ഇറങ്ങുള്ളൂ. When you use this one, we have start from this around 1,000 baht. ഒരേ ഒരു ഡയലോഗ് ഉള്ളു, അതാ പറഞ്ഞത്. നമ്മളിപ്പോ എവിടെയാണോ നീക്കോ? 3, 2, 1. നമ്മളിപ്പോ എവിടെയാണ്? ശരിയാ, പോടാ ഐലൻഡ്. We are going to have lunch. ഇവിടെ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം പോയി കഴിക്കാൻ. ഞങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുകയാണ്. തോമസ്, ഹൗസ് ദ ഫുഡ്? നല്ല ഫുഡ്. ദിസ് ഇസ് അവർ ഫുഡ്. റൈസും അവരുടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. ബോൺ അപ്പറ്റീറ്റ്. ഇതൊക്കെയാണോ? So these are some of the clips from the Poda Island. എൻ്റെ എനർജി അഗെയിൻ തീർന്നു തുടങ്ങി. എൻ്റെ മരുന്നിൻ്റെ എഫക്ട്സ് വേറെ ഓഫായി തുടങ്ങി, സൗണ്ട് പോയി തുടങ്ങി, തൊണ്ടവേദന തുടങ്ങി, എല്ലാം മറ്റേ പഴയ സിക്നെസ്സിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഐലൻഡ്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വണ്ടി എടുക്കും, നമ്മൾ നേരെ റൂമിലോട്ട് പോവാ. ഉച്ചയുണ്ടെങ്കിലും കറങ്ങാൻ ഇറങ്ങുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഇറങ്ങാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, ബൈ. See you guys at night. Right now we finished Phuket Phuong Island. After here we back to same place. And then the first we സോ ഞങ്ങളൊരു മസാജൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂമിൽ പോകാത്തതുകൊണ്ട് ഡ്രസ്സ് മാറണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഷോപ്പിംഗ് നടത്തി. ഞങ്ങളത് ഒട്ടേക്ക് നടന്ന് ഏതൊക്കെയോ കടയിൽ കയറി ഡ്രസ്സ് മേടിച്ച് ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ ഡ്രസ്സ് മാറി, പിന്നെ കുറച്ച് സുവനീഴ്സ് വാങ്ങി. ഇപ്പം സമയം ഓൾമോസ്റ്റ് 5:30 ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ചായ ഷോപ്പാണിത്. ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഞാനൊരു കോഫി പറഞ്ഞു. സെൻസ് എനിക്ക് ഓൾറെഡി വയ്യാത്തത് കൊണ്ട് ഞാനൊരു കാപ്പുച്ചിനോ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വിശപ്പൊന്നുമുണ്ട്, കഴിക്കാൻ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് വിശപ്പൊന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ റൂമിലോട്ട് പോകുന്നൊക്കെ വിചാരിച്ചായിരുന്നത്, പക്ഷെ റൂമിലോട്ട് പോയില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇൻ സിക്നെസ് ആൻഡ് ഹെൽത്ത് ഫുഡ് മുഖ്യം.
അടിപൊളി. It has pineapple in it. Pineapple ഉണ്ട്. It's sunset time. ഭയങ്കര ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാം നമുക്ക് പറ്റും. I'll show you the sunset. So that's a pretty good sunset. നമ്മുടെ ഡേ I'm going to wind up today. ഇന്നത്തെ ദിവസം I'm going to wind up with this video. And I'm winding up with a good pretty sunset. Okay, this is also our last day in Krabi. ഞങ്ങൾ നാളെ ബാങ്കോക്കിലേക്ക് ഫ്ലൈ ചെയ്യാണ്. ഇനി ബാക്കിയെല്ലാം ഇനി അവിടെയാണ് പട്ടായ, ബാങ്കോക്ക് ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ കവർ ചെയ്യണത്. സോ യെസ്, നാളെ മോർണിംഗ് ഞങ്ങൾ പോകും. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും. ടു ജനറലി സേ അബൌട്ട് ക്രാബി ഈസ് ഭയങ്കര പീസ്ഫുൾ. ഞങ്ങൾ ഫുക്കറ്റിൽ പോയതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ ക്രാബി ഈസ് റിയലി 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 പീസ്ഫുൾ. ഭയങ്കര പീസ്ഫുള്ളാണ്. ഒട്ടും ലൈക്ക് നോയ്സി ഒട്ടും അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, നമ്മുടെ കൂടെ വന്നവരും പറഞ്ഞു, ഇത് ഇസ് കൈൻഡ് ഓഫ് എ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഫോർ സം പീപ്പിൾ. അത് നമുക്ക് ഫുക്കറ്റൊന്നും ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കര ബഹളമാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി പീസ്ഫുള്ളാണ്. യു ക്യാൻ എൻജോയ്. പിന്നെ നമ്മളിങ്ങനെ ഞങ്ങളെപ്പോലെ എല്ലാ സ്ഥലവും കറങ്ങി പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ പാക്കേജസ് ലൈക്ക് ഐലൻഡ് ഹോപ്പിംഗ് പാക്കേജസ് എടുക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. കാരണം യു ക്യാൻ ഗോ മറ്റേ ലോങ് ടെയിൽ ബോട്ട് റൈഡ്സിന് പോവുക, അതൊക്കെ രസമുള്ള കാര്യമാണ്. അല്ലാണ്ട് വരുവാണെങ്കിൽ മേ ബി യു മൈറ്റ് സ്കിപ്പ് ഇറ്റ്. ഈ ക്രാബിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. കുറേ ഷോപ്സ് ഉണ്ട് ആൻഡ് ഈ ബീച്ചിൻ്റെ സൺസെറ്റ്സ് അതൊക്കെയാണ് മെയിൻ. ഓക്കെ, ഐ വിൽ ഷോ യു സംതിങ്. ഇതിപ്പോൾ ഈ സൺസെറ്റ് കാണാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടം സീരിയസ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ദർ ഇസ് എ ഹോൾ സെറ്റ് ഓഫ് പീപ്പിൾ ജസ്റ്റ് ഹിയർ ടു വാച്ച് ദ സൺസെറ്റ്. യെസ്, ദിസ് ഇസ് എ പ്രിറ്റി ഗുഡ് സൺസെറ്റ്. അപ്പം ദാറ്റ്സ് ഓൾ. പിന്നെ തായ്ലൻഡിൽ വരുമ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി ബ്രിങ് എ ബോട്ടിൽ, റീഫിൽ ഇറ്റ് ഫ്രം സംവെയർ ആൻഡ് ക്യാരി ഇറ്റ് വിത്ത് യു. കാരണം അല്ലാണ്ട് യു വിൽ നോട്ട് ഗെറ്റ് വാട്ടർ ഹിയർ ഇസ് എക്സ്പെൻസീവ്. നമുക്ക് ഹോട്ടൽസിൽ നിന്നാണെങ്കിൽ പോലും 2 കുപ്പി വെള്ളം തന്നു കഴിഞ്ഞാൽ പിന്നെ തരില്ല. അപ്പം ചിലയിടത്ത് മാത്രമേ ഉള്ളൂ യു ക്യാൻ ഗോ ആൻഡ് റീഫിൽ ദ ബോട്ടിൽ. അപ്പം എപ്പോഴും ഒരു ബോട്ടിൽ നടക്കുന്നത് വളരെ 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 നല്ല കാര്യം. ഞങ്ങളങ്ങനെ നടന്നിട്ടില്ല, അതിൻ്റെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ബൈ ബൈ. ക്രാബിയുടെ ബീച്ചസിൽ അവർക്ക് ഒരു നൈറ്റ് ലൈക്ക് ഈവനിങ് സൺസെറ്റ് കഴിയുമ്പോഴത്തേക്കും ദേ ഹാവ് ദീസ് ഫയർ പെർഫോമൻസ്. ഇതിൽ മിക്കതും യു ക്യാൻ സീ ലിറ്റിൽ കിഡ്സ് ഡൂയിങ് ദീസ് പെർഫോമൻസ്. ഇവർ ഓരോ സെക്ഷനായിട്ടുണ്ട്. അപ്പം ഒരു സെക്ഷനിൽ പിള്ളേരായിരുന്നു, വേറൊരു സെക്ഷനിൽ there were disabled people doing these stunts. അപ്പം if you are there sunset time don't miss these shows. So ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രാബി വിശേഷങ്ങൾ. അപ്പോൾ see you guys on my next vlog and see you guys at Bangkok. Bye.